നിലപാട് റാത്തല്ലേ. പിന്നെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിത്. കാരണം എൻ്റെ കൂടെ വീഡിയോയിൽ ഉണ്ടാകുന്ന നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മാരേജ് ഒക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തിലാണ് ഞാനും. ഓനെ കല്യാണം കഴിഞ്ഞ് എന്തായാലും നമുക്കൊരു സന്തോഷം ഉണ്ടാവല്ലോ. അപ്പൊ കാലങ്ങൾക്ക് ശേഷം ചെക്കന് വീഡിയോയില് നമ്മള് കൂടെ ഉണ്ട്. അപ്പോ എന്താ പ്ലാന് കാര്യങ്ങളൊക്കെ ഓൻ തന്നെ പറയട്ടെ. കാരണം നമ്മള് കുറെ വീഡിയോയിൽ പറയുന്നത് ചെക്കനെ കാണിക്കാനുള്ള ദിവസമാണ്. സഫാന ഞാൻ എന്താ ഇങ്ങനെ കല്യാണ തിരക്കിനാണ്. പിന്നെ എന്താ വെച്ചാല് ഇന്നത്തെ പ്ലാന് പറയാം നമുക്ക്. ആദ്യമായിട്ട് ഇന്ന് മഴ ഒന്നും കാണുന്നില്ല. എന്തായാലും നല്ല മൂടി. ഒരു മിനിറ്റ് കൂടി, എന്റെ കല്യാണത്തിന് വല്ല ആരും വിളിച്ചിനോ? ആരാ? അതിന്റെ ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും വരല്ലോ. പിന്നെ എന്താ പറഞ്ഞാല് പ്ലാന് പറയണം. ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാല് നല്ല ക്ലൈമറ്റ് ആണ്, പക്ഷെ മഴ കാര്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു ചായ ഇടുന്ന കിട്ടില്ല സ്പോട്ട് ഉണ്ട് സാർ. വീട്ടില് പെണ്ണുങ്ങളെ ചായ എടുത്തു തോന്നുന്നുണ്ട് ഒരാഴ്ച ആയപ്പോത്തിന്. എന്തായാലും നമുക്ക് അങ്ങോട്ട് വണ്ടി എടുത്തു. അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നല്ല അടിപൊളി കിടിലൻ ചായ സ്പോട്ടാണ്, പോയി നോക്കാം. പഴംപൊരി ബീഫൊക്കെ കിട്ടുന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോയോക്കട്ടെ, വിശക്കണമുണ്ട്. ഒരു മഴം കൂടി അങ്ങോട്ട് പെയ്ത കിടിലനായി. പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടപ്പോനെ. ഓക്കെ ശരി, അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. നല്ല ഫുള്ള് റൊമാൻറ്റിക് ആയിക്കണോ പാട്ടൊക്കെ. അങ്ങനെ അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ കൂടെ രണ്ടാളും കൂടി വരാണ്ടിനും അവനും എത്തി. അങ്ങനെ നമ്മൾ ഈ ബോർഡിൽ കാണുന്ന പോലത്തെ നല്ല അടിപൊളി ബീഫ് വരട്ടിയത്, പഴംപൊരിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ തുടങ്ങുകയാണ്. സംഭവം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്കിവിടെ ഏറ്റവും ലൈക്കായി തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഈ ചായയാണ്, ഞാൻ നേരത്തെ കാണിച്ച. അപ്പം എന്തൊക്കെയായാലും കിഡിലൻ ചായ എന്ന് പറഞ്ഞാൽ കിഡിലൻ ചായയാണ്. ഓക്കെ, അതെന്തായാലും ഇവിടെ ടേസ്റ്റ് ചെയ്യണം. ബീഫും പഴംപൊരിയൊക്കെ സെറ്റാണ്. നമ്മൾ കടുക്ക് ഫ്രൈയും കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്ത് ആകെ 4 കടുക്ക് അതിലുണ്ടായിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഭക്ഷണത്തെ കുറിച്ചൊന്നും ഒന്നും പറയില്ല, ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ്. ഈ ചാലിയം കടലുണ്ടി ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് കയറിയിട്ട് ചായ കുടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. നിങ്ങൾ വണ്ടിയൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് ഇവിടുത്തെ ചായ ഒരിക്കലെങ്കിലും നിങ്ങൾ കുടിക്കണം. കാരണം എനിക്ക് നല്ല ലേറ്റായി ആ ചായ. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ഉണ്ടോ. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഇവിടുത്തെ ചായ എനിക്ക് നല്ല ടേസ്റ്റായി. അപ്പോൾ മക്കളെ വീണ്ടും ഫുഡ് ബ്ലോഗുമായിട്ടൊക്കെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ നല്ല കിഡിലും ഇതുപോലത്തെ നല്ല ടേസ്റ്റ് ഫുഡുകളുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ കമന്റിൽ നിങ്ങൾ അത് എഴുതുക, അല്ലെങ്കിൽ നമുക്ക് DM-ൽ പേഴ്സണലായിട്ട് നിങ്ങൾ വീഡിയോ വിട്ട് തരണം. ഓക്കെ.